എല്ലാവരും മറന്നുപോയ സത്യമായിരുന്നു ആ കണ്ണുകൾ. തന്റെ പിതാവിനെ താൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ദുര്യോധനൻ മനസ്സിലാക്കിയത് ആ നിമിഷത്തിലായിരുന്നു. അറിയാതെ തന്നെ ദുര്യോധനന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ഒരു കാഴ്ച തന്റെ പിതാവ് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരിക്കും അത്. കാരണം അയാളും ആ മകനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അത്രയും നേരം ആനന്ദത്തിലായിരുന്ന കൊട്ടാരം മൗനത്തിന്റെ കീഴിൽ അലിഞ്ഞു ചേർന്നു. അവരുടെയെല്ലാം കൺമുന്നിലൂടെ ദുര്യോധനൻ ആ പടിവാതിലിൽ നിന്നും പടിയിറങ്ങി. കൊട്ടാരത്തിനുള്ളിൽ നിന്നും ദുര്യോധനനെപ്പറ്റി ചില സംസാരങ്ങൾ ധൃതരാഷ്ട്രർ കേൾക്കുവാനിടയായി. തന്റെ പ്രിയപുത്രൻ അധികമാരോടും സംസാരിക്കാതെയായിരിക്കുന്നു. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അവനിൽ ചില സ്വഭാവ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് അവനിൽ വന്ന മാറ്റത്തിനുള്ള കാരണമെന്ന് ധൃതരാഷ്ട്രർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ടുതന്നെ തന്റെ പ്രിയ മകനോട് സംസാരിക്കാൻ വേണ്ടി ധൃതരാഷ്ട്രർ തീരുമാനിച്ചു. ദുര്യോധന, ഇത്രയ്ക്കും നിന്റെ മനസ്സിനെ താഴ്ത്താൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് കേട്ട ദുര്യോധനന്റെ മുഖം അല്പം ഗൗരവത്തിലായി. ഞാനൊരു പരിഹാസ കഥാപാത്രമായതിനാലല്ല, അവിടെ അങ്ങയുടെ നാമവും കുറവും അവൾ ഉച്ചരിച്ചതിനാലാണ്. നിന്നിലെ ശരി ഈ ഒരു കാര്യത്തിൽ നിന്നിൽ മാത്രമായി ഒതുങ്ങണം. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? നീ മറക്കണം, ദ്രൗപദിയുടെ ഒരു അറിവില്ലായ്മയായി കണ്ട് നീ അവളോട് പൊറുക്കണം. നിന്റെ സഹോദരിയാണവൾ. തന്റെ പിതാവിന്റെ വാക്കുകൾ അയാളെ അസ്വസ്ഥനാക്കി. മറക്കാം പിതാവേ. ഈ ഹസ്തിനപുരം മുഴുവൻ അവളുടെ കരച്ചിൽ കേട്ടതിന് ശേഷം വേണമെങ്കിൽ മറക്കാം. ദുര്യോധനന്റെ വാക്കുകൾ ധൃതരാഷ്ട്രരെ ഞെട്ടിച്ചെങ്കിലും മറ്റു ചിലർക്ക് അതൊരാവേശമായിരുന്നു.